സുനിൽ തുടരുന്നുണ്ടെന്നാണ് മനസ്സിലാകുന്നത്. സുനിൽ, ഈ സിനിമയുടെ കാര്യങ്ങൾ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ മലയാളികൾക്ക് ഏറെ പ്രിയപ്പെട്ട വടക്കൻ വീരഗാഥയടക്കം ചന്തുവിനെ ഒന്നും ആർക്കും മറക്കാൻ സാധിക്കില്ല സുനിൽ. അതിന് വടക്കൻ പാട്ടുകൾ, ധീരപുരുഷന്മാർ, ചരിത്ര പുരുഷന്മാർ, ഇവർക്കൊക്കെ ജീവൻ അല്ലെങ്കിൽ തേജസ് കൊടുത്ത ഒരു സാഹിത്യകാരൻ, അവരെ മലയാളികൾക്ക് മുമ്പിൽ, പ്രേക്ഷകർക്ക് മുന്നിൽ ആർജവത്തോടുകൂടി അവതരിപ്പിച്ച കഥാപാത്രങ്ങളൊക്കെ എം ടിയുടെ കഥാപാത്രങ്ങളെന്ന് പറയുന്ന എം ടിയുടെ തിരക്കഥയിൽ ഉരുത്തിരിഞ്ഞ കഥാപാത്രങ്ങൾ ഇന്നും ജീവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ തൂലികയുടെ ശക്തി എന്ന് പറയുന്നത്. വടക്കൻ വീരഗാഥയായാലും അതുപോലെ തന്നെ പഴശ്ശിരാജയായാലും ഇത്രയും വടക്കൻ പാട്ടുകളുടെയും ചരിത്ര പുരുഷന്മാർക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് അതിലെ ഓരോ കാര്യങ്ങളും അക്കമിട്ട് അദ്ദേഹം നിരത്തിക്കൊണ്ട് ആ ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വൈശാലി എന്ന് പറയുന്ന ചിത്രം, വൈശാലിയുടെ ചിത്രത്തിൻ്റെ ഷൂട്ടിംഗ് വേളയിൽ തന്നെ നടൻ ബാബു ആൻ്റണി തന്നെ വളരെ പേടിച്ച് നിന്ന് ഈ ഷൂട്ടിങ്ങിൽ അഭിനയിക്കാൻ എം ടിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട പ്രത്യേകതയായി സിനിമാ പ്രവർത്തകർ തന്നെ പറയുന്നത്, അദ്ദേഹത്തിൻ്റെ തിരക്കഥകളിൽ അദ്ദേഹം കൃത്യമായി ലൊക്കേഷനിൽ ഓരോ ഫ്രെയിമിലും അല്ലെങ്കിൽ ഓരോ സീൻ എടുക്കുമ്പോഴും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു. അത് കൃത്യതയോടുകൂടി വാച്ച് ചെയ്യുന്ന ഒരു സ്വഭാവത്തിനുടമയായിരുന്നു അദ്ദേഹം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ എന്ന് പറയുന്നത് ഇന്നും ശക്തമായി നമുക്ക് മലയാളികൾക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ സിനിമാ പ്രേമികൾക്കായാലും അത്രയും ചലച്ചിത്ര പ്രേമികൾക്ക് അത് മനസ്സിൽ കൊണ്ടു നടക്കാൻ പറ്റുന്നത് അത്രയും കഥാപാത്രങ്ങളാണ്. മമ്മൂട്ടി എന്ന് പറയുന്ന നടൻ അനശ്വരമാക്കിയ നിരവധി കഥാപാത്രങ്ങളാണ് എം ടിയുടെ തൂലികയിലൂടെ പിറന്നത് എന്നുള്ളതാണ്. സുഹൃതം നമുക്കറിയാം, അതുപോലെ തന്നെ പഴശ്ശിരാജയായാലും അതിനകത്തൊക്കെ ഓരോ കാര്യത്തിലും അദ്ദേഹം കൃത്യമായി ആ അദ്ദേഹത്തിൻ്റെ സൃഷ്ടികളിൽ